സ്തോത്രം. കർത്താവിന് മഹത്വം. ഒരിക്കൽ കൂടെ എല്ലാ ദൈവമക്കളെയും ഓൺലൈനിൽ കൂടെ ഞങ്ങളെ കാണുന്നവരെയൊക്കെ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. എൽബദേൽ ചർച്ചിൻ്റെ മലയാളം ചർച്ചിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന വിഷയത്തിൻ്റെ നമ്മൾ എവിടെ വരെ പഠിച്ചു? ലാസ്റ്റ് വീക്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാനില്ലായിരുന്നു. അതിന് മുമ്പേ നമ്മൾ പഠിച്ചത് എന്തുമായിരുന്നു? ജേർണി ആയിരുന്നു പഠിച്ചത്. ഓക്കെ, നിങ്ങൾക്കൂടെ പറഞ്ഞാട്ടെ. അതിന് മുമ്പേ നമ്മൾ പഠിച്ചത് എന്തുമായിരുന്നു? 2-3 വേർഡുകൾ പഠിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എഫേസ് ലേഖനം 6-ാം അധ്യായം. ആൻറ്റിയൊക്കെ ഓർക്കുന്നുണ്ടോ? എഫേസ് ലേഖനം 6-ാം അധ്യായം. എഫേസ് 2-3 വേർഡ് ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഒന്ന്, സർവായുധവർഗം. ഒടുവിൽ സർവായുധവർഗം. ഒടുവിൽ അവൻ കർത്താവിലോ അമിതബലത്തിൽ ശക്തിപ്പെടുവീൻ. അടുത്തൊരു വേർഡ് ഞാൻ പഠിപ്പിച്ചായിരുന്നു. സകലവും സമാപിച്ചിട്ട് ഉയർച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന്. പിന്നെ പോരാട്ടം എന്നുള്ള വേർഡാണ് ഞാൻ ഇനി പറയാമെന്ന് പറഞ്ഞത്. പോരാട്ടം എന്നുള്ള വേർഡ്. പക്ഷേ നമ്മളിന്ന് അതെപ്പോഴെങ്കിലും നമ്മൾ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് എടുക്കുമ്പോൾ നമ്മളത് പഠിക്കും. ഇന്ന് നമ്മൾ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ്റെ 2ാമത്തെ യൂണിറ്റിലേക്ക് കയറുക. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം. സിസ്റ്റർ, വി ബീൻ സ്റ്റഡിങ് അബൌട്ട് ദി സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ. ഓൾ ദ വേഴ്സസ് as there in the English, but I'll preach in Malayalam, but sometimes I'll use in between I'll use English words also. So till now we have been studied about the protection. ബൈബിളിൽ ആർക്കൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. Till now we studied about the protection which is God has given to his people, especially Israelites and chosen people. God has given God protected them. They are protected. How God protected them, എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തു, ഏതൊക്കെ രീതിയിൽ പ്രൊട്ടക്ട്, അതെല്ലാം നമ്മൾ കണ്ടു. All these things, it is very encouraging. ഇതെല്ലാം ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. പക്ഷേ today onwards we are going to study about little more deeper thing. ഇനിയും തൊട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭയങ്കര എൻകറേജ് ചെയ്യുന്ന കാര്യമല്ല. ഫ്രം ദെയർ അനദർ യൂണിറ്റ് ഇസ് ഗോയിങ് ടു സ്റ്റാർട്ട്. ഇവിടെ തൊട്ട് അനദർ യൂണിറ്റ് തുടങ്ങുക. ഇനിയും പഠിക്കാൻ പോകുന്നത് ഇത്രയും പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നിട്ട് ഹൗ ഇസ്രായേലൈറ്റ്സ് ഹാസ് ഫെയിൽഡ് ആൻഡ് they tormented by different enemies. അവരെ ദൈവം ഡിഫറെൻ്റ് ആൾക്കാരിൽ കൂടെ അവർ തകർന്നു. അവരുടെ നന്മ പോയി, പണം പോയി, ആരോഗ്യം പോയി, അവരുടെ പലതും പോയി. we have to study. In New Testament people, we have to study this one. നമ്മളിത് പഠിക്കണം. എന്തിനാ പഠിക്കേണ്ടതെന്നറിയാം? നമ്മുടെ ലൈഫിലും കാവലുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു, അറ്റാക്കും വരുന്നു. കാവലുണ്ടെന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു, അറ്റാക്ക് വരുന്നു, നഷ്ടങ്ങൾ വരുന്നു. അതെന്നുമല്ല, ഒരു പർട്ടിക്കുലർ ദിവസങ്ങളിൽ, പർട്ടിക്കുലർ സമയങ്ങളിൽ. ഇതെന്തും കൊണ്ട് ഹൗ ഇറ്റ്സ് ദീസ് കൈൻഡ് ഓഫ് അറ്റാക്സ് ഇസ് കമ്മിങ് ടു ന്യൂ ടെസ്റ്റ്മെന്റ് ബിലീവേഴ്സ്. നിങ്ങളിത് മനസ്സിലാക്കിയില്ലെങ്കിൽ, മനസ്സിലാക്കിയിട്ട് ബിൽഡ് ചെയ്തേ. ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പറയാം. കൃപയിൽ ആശ്രയിച്ച് എത്രയോ സ്ഥലത്ത് യാത്ര ചെയ്യാം. ഇപ്പോൾ അടുത്തത് നോർത്ത് ഇന്ത്യക്ക് പോകും. എനിക്ക് നിങ്ങൾ 2 ദിവസം കൂടെ, 1 ആഴ്ച 2 ആഴ്ച കൊണ്ട് നിങ്ങൾ എനിക്കൊരു എക്സ്ക്യൂസ് തരണം. കാരണം നോർത്ത് ഇന്ത്യക്ക് പോവാം. ഞാൻ 2 ആഴ്ചത്തേന് 3 സ്റ്റേറ്റുകൾ പോവാം. ഡൽഹി, പഞ്ചാബ്, കാശ്മീർ, ജമ്മു കാശ്മീർ 3 ഡിസ്ട്രിക്റ്റിൽ പോയി. അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ക്യാമ്പുണ്ട്. എനിക്കൊന്ന് IPCയുടെ ഒരു പ്രോഗ്രാമുണ്ട്. ഇതെല്ലാം പല പ്രോഗ്രാമുകളെല്ലാം കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് തിരിച്ച് 2 ആഴ്ചത്തേന്. പിന്നെ ഞാനിവിടെ കാണും കുറച്ച് ദിവസം. ഇപ്പോൾ കുറേ നാളുകൾ ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് 2 ആഴ്ചയും കൂടെ. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ആൾക്കാരെ സോളമനയ്യയുടെ കൂടെ ഞാൻ കണക്ട് സംസാരിച്ചുകൊണ്ട്, കാരണം ഞാൻ ചർച്ചയിൽ നിന്ന് പോകുമ്പം സോളമനയ്യ ആണ് എല്ലാ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിട്ട് പോകുന്നത്. നിങ്ങൾ എന്നെ കിട്ടിയില്ലെങ്കിൽ യു ടോക്ക് ടു അയ്യ. ഞാൻ അയ്യയോട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ കറക്റ്റ് ആൾക്കാരെ നമുക്ക് അറേഞ്ച് ചെയ്യാം. നോക്കി, എവിടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും നമ്മുടെ വീട്, നമ്മുടെ കുഞ്ഞുങ്ങൾ, കുടുംബം, നിങ്ങളുടെ ജോലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ പോയി മിനിസ്റ്റർ ചെയ്തിട്ട് വരും. You go and minister it and come back. When you come back, problem will happen. Some problem will take place in your family. ചില പ്രോബ്ലങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കും.
മേ ബി ഇൻ ഹസ്ബൻഡ്, അല്ലെങ്കിൽ വൈഫ്, അല്ലെങ്കിൽ ചിൽഡ്രൻ, അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ ഫാദർ മദർ, ഇല്ലെങ്കിൽ വണ്ടി, വെഹിക്കിൾ, അല്ലെങ്കിൽ ഇങ്ങനെ നോ 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 അത് സംഭവിക്കാൻ പറ്റത്തില്ല. അതിനർത്ഥം നിങ്ങൾ ഓർത്തോ, എവിടെയോ നിങ്ങളുടെ വേലിയുടെ അടുക്കൽ പഴുതുകളുണ്ട്. സംവെയർ യുവർ ഹെഡ്ജ് ഹാസ് ബീൻ ബ്രോക്കൺ. ഞാൻ പറയുന്ന വേർഡ് കറക്റ്റാണോ അയ്യ? സംവെയർ യുവർ ഹെഡ്ജ് ഹാസ് ബീൻ ബ്രോക്കൺ. എവിടെയോ വിടവ് വന്നു, പൊളിഞ്ഞുപോയി. നിങ്ങളത് ബിൽഡ് ചെയ്യണം. നമ്മൾ കാണാൻ പോകും, ഇസ്രായേലിൽ ഇത്രയും കാവലുണ്ടായിരുന്നു, പിന്നെ എങ്ങനെയാ ഇവർക്ക് അറ്റാക്ക് വന്നത്? ഹൗ ദാറ്റ് അറ്റാക്ക് ഹാസ് കം ടു ദി ഇസ്രായേലൈറ്റ്സ് നമ്മൾ ചിന്തിക്കാൻ പോവാം. അപ്പം നിങ്ങൾ ആദ്യത്തെ വേർഡ് എഴുതിക്കോ. ഒരു വ്യക്തിക്ക് ചുറ്റും ഇത്രയും ലെവലിൽ കാവൽ വേണം. One person should have these many areas should be protected. First, individually you should be protected. Individually. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എവിടെ ജീവിക്കുന്നത്? ഇരുട്ട് നിറഞ്ഞ ഭൂമിയിലാണ്. we are living in the dark world. Any time attack can come. നിങ്ങളുടെ ഫാമിലി ലൈഫിനെതിരെ, നിങ്ങളുടെ ഹെൽത്തിനെതിരെ, നിങ്ങളുടെ ജോലിക്കെതിരെ, ജോബിനെതിരെ, നിങ്ങളുടെ മണിക്കെതിരെ, നിങ്ങളുടെ നന്മയ്ക്കെതിരെ, മിനിസ്ട്രിക്കെതിരെ, എനി ടൈം അറ്റാക്ക് ക്യാൻ കം, മേ കം. ബട്ട് യുവർ ലൈഫ്, ഇഫ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ്, നത്തിങ് വിൽ ടച്ച്. നിങ്ങളുടെ കുടുംബം പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അതിനാ പറയുന്നേ, സർവായുധ വർഗം ഒരാൾ, you have to wear all armor of God. It is there in the Bible, Ephesians chapter 6. Last week we've been studied about the all armor and we studied about 3 verses. എന്തുവാ ലാസ്റ്റിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റിൽ ഒടുവിൽ അടുത്ത പഠിച്ചു നമ്മൾ സർവായുധവർഗം പഠിച്ചു. അടുത്തത് സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന്. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന്. ഞാൻ ഇന്നലെ രാത്രിയിലും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ ചർച്ചിൽ വണ്ടിയെ കയറി, ബസ്സിലോട്ട് കയറി. എനിക്കറിയാം സ്പിരിച്വൽ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പം എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അന്നേരം കർത്താവിൻ്റെ പറഞ്ഞു, കർത്താവേ 10 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞു, ഒടുവിൽ എല്ലാം കഴിഞ്ഞു, സകലവും സമാപിച്ചു, ഞാൻ സന്തോഷത്തോടെ വീട്ടിൽ പോവാ. പക്ഷേ എൻ്റെ ജീവിതത്തിന് നേരെ, കുടുംബത്തിന് നേരെ വരുന്ന അറ്റാക്കിനെ ദൈവം തകർത്ത് കളയണം. അതിനെ ശാസിക്കുന്നു. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് എന്ത് ധരിക്കണം? ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. നിങ്ങൾ ആ വേർഡ് മറക്കല്ല്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഡിവിജ്വലി നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം ഈ ഭൂമിയിലെ ജീവിതത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ മനുഷ്യലാക്കി നിങ്ങളുടെ ലൈഫ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉയരണം. ഈച്ച് സ്റ്റെപ്പിൽ each new temptation, new type of problem will be there, challenges will be there. എല്ലാ സ്റ്റെപ്പുകളിലും അതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ ഓർക്കുക, എല്ലാം കഴിഞ്ഞു കേട്ടോ, ഇനി എനിക്ക് സുഖമാണ്. നോ 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 നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം നിത്യത ചെല്ലുന്നിടം വരെ നിങ്ങൾ വളരെ അലേർട്ടായി ജീവിക്കണം. യു ഷുഡ് ബി വെരി അലേർട്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ? നിങ്ങൾ വളരെ ബുദ്ധിയോടെ പരിജ്ഞാനത്തോടെ ചെയ്യും. ഇൻഡിവിജ്വലി പ്രൊട്ടക്റ്റ് ആണ്. 2, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ടേക്ക് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യും. യു ഷുഡ് പ്രൊട്ടക്റ്റ് യുവർ ഫാമിലി ത്രൂ പ്രയർ. യു ഷുഡ് പ്രൊട്ടക്റ്റ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നേരെ പിശാചിൻ്റെ അറ്റാക്ക് വരുമ്പം നിങ്ങൾ ഉടനെ അത് മറ്റുള്ളൊരാളുടെ ജോലിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. നിങ്ങളോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെ ശാസിച്ചോണം. ദൈവം നിങ്ങളോട് ചോദിക്കത്തുള്ളൂ കേട്ടോ. നെഹമ്യാവിന് ദൈവം മതിൽ പണിയാനുള്ള വിഷം കൊടുത്തു. നെഹമ്യാവ് ഓർക്കുക, ആര് പണിയണം? എന്നാൽ പിന്നെ എസ്രാ പണിയട്ടെ, ദാനിയേൽ പണിയട്ടെ, അവരൊക്കെ ഉണ്ടല്ലോ, ഞാൻ പണിയുന്നില്ല. ദൈവം ആരോട് കണക്ക് ചോദിക്കും? നിങ്ങൾ കൊണ്ടൊന്ന് പറയാമോ? ആരോട് കണക്ക് ചോദിക്കും? God will ask Nehemiah
ദൈവം നെഹമ്യാവിനോട് ചോദിക്കും, നിങ്ങളോടൊരു വ്യക്തിപരമായ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആര് പ്രാർത്ഥിക്കണം? നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്, ഒരു വൈഫ്, ഒരു ഹസ്ബൻഡ്, ഒരു കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ മതി, ആ വീടിനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. പലപ്പോഴും പലരും നിന്നു പോകാനുള്ളതിൻ്റെ കാരണം പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും വൈഫുമാരോ അമ്മമാരോ ആരെങ്കിലും വീട്ടിലുള്ളതിൻ്റെ ഗുണമാണ്. അതറിയത്തില്ല. നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ഇപ്പോൾ അറിയത്തില്ല, കിട്ടത്തില്ല. നിത്യത ചെല്ലുമ്പോഴേ അതിൻ്റെ പ്രതിഫലം കാണത്തുള്ളൂ. ഇപ്പം നോക്കിയാൽ നിങ്ങളതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കല്ലേ. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായിരിക്കാം, അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, കുഞ്ഞായിരിക്കാം, ദൈവം അത് കണക്കിടും. ഒരു സ്തോത്രം പറഞ്ഞ ദൈവമക്കളെ കേട്ടോ, കണക്കിടും ദൈവം. നിങ്ങൾ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരായിരിക്കണം. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ യേശു കർത്താവ് പറഞ്ഞേക്കുക, കർത്താവേ ദുഷ്ടങ്കൽ ഞങ്ങളെ വിടുവിക്കണമേ, പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്തല്ലേ. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ യേശു പറഞ്ഞേക്കുക. അടുത്തത്, ഫോർ ഓൾ യുവർ പൊസഷൻസ്, നിങ്ങൾക്കുള്ള സകലതും, ഫോർ ഓൾ യുവർ പൊസഷൻസ്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ നന്മയുണ്ടോ, ബിസിനസ് ആയിരിക്കാം, ജോലി ആയിരിക്കാം, വാഹനങ്ങളായിരിക്കാം, യാത്രയായിരിക്കാം, ഓൾ ദോസ് തിങ്സ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. നിങ്ങളുടെ വാഹനം പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ആർ യു ലിസ്ണിംഗ്? നിങ്ങളുടെ എവറിത്തിങ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. നിങ്ങളുടെ ആരോഗ്യം പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. നിങ്ങളുടെ വീട് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. നിങ്ങൾക്ക് ദൈവം തന്ന തോട്ടം പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അതിനകത്ത് അനാവശ്യ പാമ്പുകൾ കയറല്ല. നിങ്ങൾക്ക് ദൈവം തന്നേക്കുന്ന ഒന്നാമത്തെ തോട്ടമാണ് നിങ്ങളുടെ കുടുംബമാണ്. നിങ്ങൾക്ക് തന്നേക്കുന്ന തോട്ടമാണ് നിങ്ങളുടെ സഭയാണ്. നിങ്ങൾക്ക് തന്നേക്കുന്ന തോട്ടം അത് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനകത്ത് അരുതാത്ത പാമ്പ് കയറല്ല. നിങ്ങൾ അവിടെ അധ്വാനിക്കണം, വേല ചെയ്യണം, തോട്ടം നനയ്ക്കണം കേട്ടോ. നിങ്ങളുടെ ഓൾ യുവർ പൊസഷൻസ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. എവറി ഡേ യു ഷുഡ് പ്രേ ഫോർ പ്രൊട്ടക്ഷൻ. എവറി ഡേ മോർണിംഗ്, എവറി ഡേ ന്യൂ ഡേ, ന്യൂ ടൈപ്പ് ഓഫ് schemes of the enemy he planned for that day. But the morning itself we have to pray and ask God to protect and cancel all those plans of enemy in the name of Jesus. അടുത്തത്, your travel, നിങ്ങളുടെ യാത്രകൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. യാത്രകൾ, ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. വൺ ഡേ 2010 കർത്താവ് എന്നോട് പറയുന്നുണ്ട്, ഈ സ്പിരിറ്റ് ഓഫ് ജലസി ഭയങ്കരമായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഞാൻ മുമ്പോട്ട് വന്ന ചാപ്റ്ററിൽ കാണിക്കാം. സ്പിരിറ്റ് ഓഫ് ജലസി എഴുന്നേറ്റ് വരുന്നുണ്ട്. ഞാനോർത്ത് ജലസി എന്ന് പറഞ്ഞ സാധനമൊക്കെ എവിടെ നിന്ന് വരാനാ? അന്ന് ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. 2010 ഇന്നത്തേക്കാളും 15 വർഷം പുറകെ. ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് വെളിയിൽ പോവാം. വെളിയിൽ പോകുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോന്ന് അറിയത്തില്ല. വെളിയിൽ പോകാൻ വേണ്ടി എൻ്റെ പെട്ടി കെട്ടാൻ വേണ്ടി രാത്രി 12 മണിക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 3 മണിക്ക് എങ്ങാണ്ട ഫ്ലൈറ്റ് പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങളുടെ വീടിൻ്റെ താഴെ താമസിക്കുന്ന ഒരു ബിലീവറിൻ്റെ അകത്ത് അവർക്ക് പുള്ളിക്കാരിക്ക് പ്രശ്നമായതെന്തോ ഗേറ്റ് പൂട്ടി, ഗേറ്റ് തുറന്നിട്ടു. അത്രേ ഉള്ളൂ പ്രശ്നം. ഗേറ്റ് തുറന്നിട്ടു. ഒരിക്കലും ഗേറ്റ് അടയ്ക്കുന്നതല്ല. അന്നത്തെ ദിവസം പ്രശ്നമായി. ഇവർ രാത്രി കേസ് കൊടുക്കണം. ഇവരങ്ങ് വേറെ വ്യക്തിയായി കേസ് കൊടുക്കണം. ഇപ്പം റോയ് ബ്രദറിന് നേരെ കേസ് കൊടുക്കണം. ഞാൻ പറഞ്ഞായിരുന്നല്ലേ എൻ്റെ ദൈവമേ. എന്നിട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വന്നു. അന്ന് എന്നെ അറിയാവുന്ന ദൈവദാസന്മാരും പാസ്റ്ററും ലീഡേഴ്സും ഒക്കെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. ദൈവം തക്ക വഴികളൊക്കെ ഒരുക്കി തന്നു. ഞാൻ ഇന്ത്യക്ക് വെളിയിൽ പോയിട്ട് കുവൈറ്റിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എന്നോട് ആൾക്കാർ വന്ന് പറയുക, നിന്നെ അന്ന് രാത്രി കുവൈറ്റിന് വിടാതിരിക്കാൻ, രാത്രി കേസ് കൊടുക്കാൻ വേണ്ടി, കേസിനകത്താക്കി നിന്നെ അകപ്പെടുത്താൻ വേണ്ടി ഒരു വ്യക്തി ഭയങ്കര പ്രശ്നം. ഞാൻ ആരാ? ഇന്നാൾ. ഞാൻ ചോദിച്ചു, എന്തിനാ ഒരു കേസ് കൊടുക്കണേ? എന്തിനാ? ഒന്നുമില്ല, ഗേറ്റ് തുറന്നിട്ടു. കാരണം എനിക്കറിയാം, ദുരാത്മാവ് ഒരാളകത്ത് കയറിക്കഴിഞ്ഞാൽ ഒരാളോട് ദേഷ്യം വരും. എന്നെ ദൈവം ഒന്ന് പഠിപ്പിക്കായിരുന്നു.
നിങ്ങളുടെ ന്യൂ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് ദുരാത്മാവ് വരും. ഇവൻ്റെ ടെക്നിക്കിനകത്തൂടെ നീ പോകണ്ട. ഇതിനു മുമ്പേ ഇവനെ വേരോടെ പിഴുതു കളയാം. നിൻ്റെ ചുറ്റിനും പ്രൊട്ടക്ഷൻ കെട്ടിയാൽ, വേലി കെട്ടിയാൽ ഇതിനെ വെളി നിന്നോളൂ. ഇതൊന്നും നിന്നോട് അടുക്കത്തില്ല. നമ്മളായിട്ട് അതിന് തുറന്നു കൊടുക്കല്ലേ, നമ്മളായിട്ട് അതിന് പരിജ്ഞാനക്കേട് കാണിക്കല്ലേ, വിവരമില്ലായ്മ കാണിക്കല്ലേ, തുറന്നു കൊടുക്കല്ലേ. നിൻ്റെ യാത്രകൾ ബ്ലെസ്ഡ്. ബൈബിളിലുണ്ട്, ഞാൻ മുമ്പോട്ട് വരുമ്പോൾ കാണിക്കാം. വഴിയിൽ നീ തകർന്നു പോകാതിരിക്കാൻ നിനക്ക് ദൈവത്തിൻ്റെ കാവൽ വേണം. വഴിയിൽ നീ മുടിഞ്ഞു പോകാതിരിക്കാൻ നിനക്ക് എന്ത് വേണം? വണ്ടി ഓടിക്കുന്ന എല്ലാവരും കേട്ടോ, വഴിയിൽ നീ തകർന്നു പോകാതിരിക്കാൻ. അടുത്തത്, ചർച്ചിന് പ്രൊട്ടക്ഷൻ വേണം, ദൈവസഭയ്ക്ക് പ്രൊട്ടക്ഷൻ വേണം. ദൈവസഭ പ്രൊട്ടക്ട് വേണം. നമ്മുടെ സിറ്റിക്ക് പ്രൊട്ടക്ഷൻ വേണം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ, സാംസ് 127 ഇത് ഫസ്റ്റ് വേർഡ്. ദൈവം വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. പട്ടണത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. എങ്ങനെ പ്രൊട്ടക്ഷൻ ചോദിക്കുന്നത്? പ്രാർത്ഥനയിൽ കൂടെ ചോദിക്കണം. എവറി ഡേ യു മസ്റ്റ് പ്രേ ഫോർ ദ പ്രൊട്ടക്ഷൻ. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഓക്കെ, വി ഗോയിങ് ടു മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. നമ്മൾ ഇവിടെ ആഴത്തിൽ കയറി വരാൻ വേണ്ടി പോവാം. ആഴമായിട്ട് ഇതൊന്ന് പഠിക്കാൻ പോവാം. ഓക്കെ, നമുക്ക് ഇന്ന് തൊട്ട് നമ്മൾ ഈ അടുത്ത യൂണിറ്റിലോട്ട് പോവാം കേട്ടോ. വി ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദി ജോബ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. ഇയ്യോബ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഊസ് എന്ന് പറയുന്ന ഒരു ദേശത്ത് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് 10 മക്കളുണ്ട്. 10 മക്കൾ. അദ്ദേഹത്തിന് ഭയങ്കര സമ്പത്ത്. ഈസ് എ റിച്ച് മാൻ, ഈസ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് മാൻ, ബിക്കോസ് ഗോഡ് ഹാസ് ബ്ലെസ്ഡ് ദം. ദൈവം ബ്ലെസ് ചെയ്യുമ്പോൾ അതിന് ദൈവത്തിൻ്റെ ഓടുകളുണ്ട്. ദർ ഇസ് എ ഹെഡ്ജ് അറൗണ്ട് ഹിം ഫോർ ഓൾ ഹിസ് പൊസഷൻസ്. എന്തുകൊണ്ട്? വേലി, ഹെഡ്ജ്. Spiritual protection is around him for all his possessions. That's why he is got blessed. Otherwise everything will be go off, it will be loosed. You have to understand, protection ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബ്ലെസ്ഡ് ആവാൻ പറ്റത്തുള്ളൂ. ഭയങ്കര റിച്ച് മാൻ, ബ്ലെസ്സഡ് മാൻ, ഭയങ്കര ഇതെല്ലാം ഉണ്ട്. 7000 ആട്, 3000 ഒട്ടകം, ഒത്തിരി ഉണ്ട്. ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവം ഞാൻ പറയട്ടെ. അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞതാ. അയ്യോ, അത് നമുക്കിന്നത് പറയാം, ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്കത് പറയാം. 7000 ആട്, 3000 ഒട്ടകം, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ അപ്പോഴും പറയുന്നില്ല, പോട്ടെ, പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഓക്കെ, ഇതെല്ലാം നന്മയും എല്ലാം റിച്ചായിരുന്നു. ഒരു ദിവസം സാത്താൻ ഭൂമിയിൽ കൂടെ ഊടാടി സഞ്ചരിക്കാമോ? ഇവൻ നേരെ വന്നത് എവിടാ? ബിൽ ഗേറ്റ്സിൻ്റെ വീട്ടിൽ പോയില്ല, പിന്നെ ആരുടെ വീട്ടിൽ പോയില്ല, അംബാനിയുടെ വീട്ടിൽ പോയില്ല, മറ്റാരുടെയും വീട്ടിൽ പോയില്ല. പുള്ളി നേരെ വന്ന് ആരുടെ വീട്ടിലാണെന്നറിയാമോ? ഇയ്യോബിൻ്റെ വീട്ടിൽ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇയ്യോബിൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച്. ഇത് ഇയ്യോബിൻ്റെ വീടാന്ന് വെച്ചു. ഇയ്യോബിൻ്റെ വീടിന് ചുറ്റിനും ഇയ്യോബിൻ്റെ 6000 ആട്, 3000 ഒട്ടകം, 12 കാള, കഴുത, ഇതെല്ലാം ഇങ്ങനെ ഭയങ്കര ബ്ലസ്ഡ്. എനിക്ക് തോന്നുന്നു ഗൂഡല്ലൂർ വനത്തിലുള്ള മൃഗങ്ങളെക്കാട്ടിലും കൂടുതൽ വളർത്തുമൃഗങ്ങൾ ഇയാളുടെ വീട്ടിലുണ്ട്. ഭയങ്കര ബ്ലസ്സഡ് മാൻ. ഇദ്ദേഹത്തിൻ്റെ ആടുകൾ എന്നെ ശ്രദ്ധിച്ചേ, എല്ലാം തുള്ളിച്ചാടിയാണ് നടക്കുന്നത്. കാളയൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്പ്രിങ് വെച്ചോണ്ടാണ് തുള്ളിച്ചാടിയ ഡാൻസ് ചെയ്തുകൊണ്ടാണ് കാളയൊക്കെ നടക്കുന്നത്. ഇവനിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു കാളയെങ്കിലും ഇങ്ങനെ ഒത്തി നടക്കുന്നത് കണ്ടായിരുന്നു ഒരു ആശ്വാസം വന്നേനെ. എന്തുകൊണ്ടായിരിക്കും അത്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കാളയും പിന്നെ കഴുതയും ഇതെല്ലാം കൂടെ എങ്ങനെയാണ് നടക്കുന്നത്? ഭയങ്കര ആരോഗ്യമാണ്, തുള്ളിച്ചാടി ഭയങ്കര എനർജിക്ക് നടക്കുക.
ആടൊക്കെ തുള്ളിച്ചാടി മരത്തേ കയറുന്നു, അല്ലെങ്കിൽ എന്തോ ആടൊക്കെ മരത്തേ കയറും കേട്ടോ, മതിലേ കയറുന്നു, മരത്തേ കയറുന്നു, ഇതെല്ലാം കയറും, ഭയങ്കര ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു പുള്ളി ഇങ്ങനെ ഊടാടി നടക്കുക, അവൻ്റെ കാലൊന്ന് ഒട്ടിഞ്ഞ് കണ്ടായിരുന്നെങ്കിൽ, ഒരു കാളയെങ്കിലും ഇങ്ങനെ ഒന്ന് പിശാചിനെ വിളിക്കുന്ന അവന് അസൂയുള്ളവന്. എന്താ ഉള്ളവന്? ദൈവമക്കളുടെ സന്തോഷവും എനർജിയും കാണുമ്പോൾ ആരുടെയെങ്കിലും അകത്ത് ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ടെങ്കിൽ ഓർത്തോ, ബ്ലഡ് കൊണ്ടുപോയി ചെക്ക് ചെയ്താൽ ചിലപ്പോൾ കിട്ടത്തില്ല. ജലസി ഉണ്ട്, സ്പിരിറ്റ് ഓഫ് ജലസി. അത് സ്പിരിറ്റ് ഓഫ് ജലസി ഉള്ളവൻ്റെ കൂടെ നിൽക്കല്, അത് അവനെ തന്നെ കൊല്ലും. കൂടെ നിൽക്കുന്നവരുടെ ലൈഫിൽ വളരാൻ പറ്റത്തില്ല. 2 വേർഡുകൾ നിങ്ങൾ എഴുതി വെച്ചു, 3 വേർഡ് എഴുതി വെച്ചു. ഒന്ന്, ഇൻസെക്യൂരിറ്റി ഉള്ളവൻ്റെ കൂടെ നിന്നാൽ ഒരുവനും വളരത്തില്ല, അവൻ യൂട്ടിലൈസ് ചെയ്യത്തുള്ളൂ. ഇൻസെക്യൂരിറ്റി ഉള്ളവൻ, those who have insecurity, if any leader has insecurity, they won't allow to grow. That leader will utilize you. After that any threaten comes, അവൻ്റെ പൊസിഷൻ ത്രട്ടൺ ആണോ നിന്നെ എടുത്ത് കളയും, ത്രട്ടൺ കണ്ടോ നിന്നെ എടുത്ത് കളയും. ആൻഡ് സെക്കൻഡ്, ഈ ഇൻസെക്യൂരിറ്റി വരുന്നത് ഈവിൾ കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ, ജലസി, സ്പിരിറ്റ് ഓഫ് ജലസി. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലോ, സ്പിരിറ്റ് ഓഫ് ജലസിയും ഇൻസെക്യൂരിറ്റി. മൂന്നാമത്തെ, ഈഗോ അല്ലെ പ്രൈഡ്. ഈഗോ അല്ലെങ്കിൽ പ്രൈഡ്. നമ്മുടെ ലൈഫിൽ, ഞാൻ എൻ്റെ ലൈഫിൽ തിരിഞ്ഞു നോക്കുവാൻ ഈ ഇടയ്ക്ക്, എൻ്റെ കൂടെയുള്ള ലൈഫ് ലൈൻ ടീമിലുള്ള ആൾക്കാരുടെ അവർക്ക് എവിടെയെങ്കിലും നന്മ കിട്ടുമ്പം, കാറ് കിട്ടുമ്പം, അവർക്കൊരു യാത്ര കിട്ടുമ്പോൾ, അവരുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുമ്പം, അവർക്ക് പൈസ കിട്ടും, അവർ വീട് വെക്കുമ്പം, എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാറുണ്ടോ ഞാൻ തിരിഞ്ഞു നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ അകത്ത് പരിശുദ്ധാത്മ പ്രവർത്തിക്കത്തില്ല. ചിലപ്പോൾ പരിശുദ്ധാത്മാവായിരിക്കും പ്രവർത്തിക്കുന്നത്, പക്ഷെ എന്നെ തന്നെ അത് കൊന്നുകളയും. കേൾക്കുന്നുണ്ടോ? ഈ ആടുകളൊക്കെ തുള്ളിച്ചാടി നടക്കുന്നതാണ്. അപ്പം അയ്യോ, എൻ്റെ കാലൊന്ന് ഒത്തി നടന്നായിരുന്നെങ്കിൽ. പ്രേമബ്രദറെ, നമ്മൾ യോബിൻ്റെ പുസ്തകത്തിൽ കൂടെ പഠിക്കുക, 2ാമത്തെ യൂണിറ്റിലോട്ട് കയറുക. പക്ഷേ ആൻറ്റി കേട്ടോണേ, ഏതിൻ്റെയും കാലൊന്ന് തല്ലി ഓടിക്കണമെന്നെങ്കിൽ ആഗ്രഹമുണ്ട്. എന്നിട്ടാണ് ഇവന് ചിരിക്കാൻ. കണ്ടോ, ഒത്തി നടക്കുന്ന കണ്ടു. പക്ഷെ ഇവന് കയറാൻ പറ്റുന്നില്ല. കാളെ പോയിട്ട് ഒരാടിൻ്റെ കാലെ തൊടാൻ പറ്റുന്നില്ല. എൻ്റെ ഭാഷ പറഞ്ഞ കാടിൻ്റെ രോമത്തെ തൊടാൻ പറ്റുന്നില്ല. ഇവൻ ഊടാടി സഞ്ചരിക്കാൻ വന്നതാ, ചൂട്ടി നടക്കുക ഇവൻ. തൊടാൻ പറ്റുന്നില്ല. ഞാൻ ഇച്ചിരി കട്ടിക്കങ്ങ് പറയാം. കാരണം കള്ളപ്പിശാചിൻ്റെ പദ്ധതികൾ വേരോടെ പിഴപ്പെടണം. നമ്മുടെ സഭയ്ക്കകത്തുനിന്ന്, അതിൻ്റെ എല്ലാം നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തുനിന്ന്, സഭയ്ക്കകത്തുനിന്ന് അവൻ്റെ പദ്ധതികൾ തകർന്നു മാറണം. ഇവൻ ഇങ്ങനെ കറങ്ങി നടക്കുക. കേൾക്കുന്നുണ്ടോ? ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവമക്കളെ, നിങ്ങളുടെ വീടുകളിൽ ഇതുപോലുള്ള കാവൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. ഒരു സ്തോത്രം പറഞ്ഞേ കേട്ടോ മോനെ. ഇതുപോലുള്ള കാവൽ ചോദിക്കണം. നീ പോകുന്ന എല്ലാ വഴികളിലും അസൂയ പിടിച്ചവൻ നിന്റെ നേരെ വന്ന് പല്ല് കടിച്ച് അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോവും. അവൻ ഡെൻ്റൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ആൻഡ് ഇവന് ചുറ്റി നടന്നു, പക്ഷെ കയറാൻ പറ്റുന്നില്ല. ഇവൻ നേരെ സ്വർഗത്തിൽ ചെന്നു. നമ്മൾ ദൈവവചനം പഠിക്കുകയല്ലേ. ഈ ദൈവവചനം അറിയാൻ വയ്യാത്തവർ പറയും, പിശാചിന് ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിൽ ചെല്ലാമെന്ന്. ചുമ്മാതാ. അവന് ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. പിന്നെ സ്വർഗത്തിൽ ചെന്നെന്ന് വാക്യമുണ്ടല്ലോ, അതിനർത്ഥം എന്തുവാ? സ്വർഗത്തിൽ ചെന്നെന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ അർത്ഥം ദൈവം ഇരിക്കുന്ന സ്വർഗ സിംഹാസനത്തിൻ്റെ അടുക്കൽ ചെന്നു, അങ്ങനെ നല്ല വേർഡിൻ്റെ അർത്ഥം. അവന് ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ വരാം. ഇവനെ സ്വർഗത്തിൽ നിന്ന് വെട്ടി താഴെ ഇട്ടവനാണ്. ഇനി ഇവൻ എവിടെ ചെല്ലാമെന്നറിയാമോ? നിങ്ങൾക്കത് മനസ്സിലാക്കാനൊരു ഭാഷ ഞാൻ പറയാം. ഭാഷ, കോടതിയിൽ പ്രതിക്കും ചെല്ലാം, വാദിക്കും ചെല്ലാം, സാക്ഷിക്കും ചെല്ലാം. കോടതിയിൽ മനസ്സിലാവുന്നുണ്ടോ? കോടതിയിൽ എവിടെയൊക്കെ പാർലമെൻറ്റിൽ ചെല്ലാൻ പറ്റത്തില്ല. പാർലമെൻറ്റിൽ പ്രതിക്കും വാദിക്കൊന്നും ചെല്ലാൻ പറ്റത്തില്ല. നമ്മുടെ ഇന്നത്തെ സിസ്റ്റം പറഞ്ഞ
നിങ്ങൾക്ക് മനസ്സിലായോ ദൈവമക്കളെ? പാർലമെൻറ്റിൽ ഒരു കൊലപാതക പ്രതിക്ക് ചെല്ലാൻ പറ്റുമോ? ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെല്ലാൻ പറ്റുമോ? ഒന്നും പറഞ്ഞേ നിങ്ങൾ. പക്ഷെ എവിടെ ചെല്ലാം? അവനെ കൊണ്ടുവന്നിരിക്കണം. എവിടെ ചെല്ലാം? കോടതിയിൽ. സ്വർഗമെന്ന് അവിടെ പറഞ്ഞേക്കുന്ന വേർഡിൻ്റെ അർത്ഥം കോടതിയിലാണ്. ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ അവനോ നിൽക്കാം, അല്ലാതെ ഇടിച്ചു കയറി അവനെ സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. എവിടെ ചെല്ലാം? മനസ്സിലാവുന്നതുകൊണ്ട് നിങ്ങൾക്ക്? കോടതി ചെല്ലാം. ഇവന് സ്വർഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഇവന് കോടതിയുടെ മുമ്പിൽ ദൈവം പറഞ്ഞേക്കുന്ന അനുവദിക്കുന്ന സമയത്ത് ചെല്ലാം. ഇവൻ ചെല്ലും. ഇവൻ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ അപവാദം പറയാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ അപവാദം പറയാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവനാണ്. ദൈവസന്നിധിയിൽ രാപ്പകൽ അപവാദം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവൻ ചെല്ലാൻ പറ്റുന്ന എവിടെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ കോടതിയിൽ. ഇവൻ ദൈവത്തിൻ്റെ കോടതി ചെന്നു. ഇവൻ അവസരം കിട്ടിയപ്പോൾ ദൈവത്തിൻ്റെ കോടതി ചെന്ന ഉടനെ കർത്താവ് ചോദിച്ചു, നീ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഭൂമി മൊത്തം ഊടാടി സഞ്ചരിച്ചിട്ടാണ് വരുന്നതെന്ന് ചോദിച്ചു. ദൈവം ആദ്യം ആരുടെ പേര് ചോദിച്ചു? പറഞ്ഞു. ദൈവവചനം അറിയാവുന്നവർ പറഞ്ഞു, യോബിൻ്റെ മക്കളെ, ദൈവമക്കളെ. ദൈവം ആദ്യമേ പിശാച് ബാംഗ്ലൂർ സിറ്റി കൂടെ ഊടാടി സഞ്ചരിച്ചിട്ട് മേളിൽ ചെല്ലുമ്പോൾ ആദ്യമേ ആരുടെ പേര് ചോദിക്കണോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്? നമ്മുടെ പേര് ചോദിക്കണം. എൻ്റെ ദാസനായ ഇയ്യോബിനെ കണ്ടോന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കണം, എൻ്റെ ദാസനായ പ്രേമിനെ നീ നോക്കിയോ? നോട്ടം വിട്ടോ? ദൈവം ബിൽഗേറ്റ്സിനെ നോക്കിയോ? അംബാനിയെ നോക്കിയോ? ഇവിടുത്തെ മല്ലയ്യ നോക്കിയോ? ഇവിടുത്തെ ബിസിനസ്സുകാരെ നോക്കിയോ? അന്ന് ദൈവം അതിൽ വയ്ക്കുന്നത്, നീ എൻ്റെ ദാസനായ, നിങ്ങൾ അവിടോട്ട് ഒന്ന് പേര് പറഞ്ഞേ. നിങ്ങളുടെ പേര് ദൈവം പറയണം. മോനെ, നിൻ്റെ പേര് ദൈവം പറയണം. അയ്യാ, നമ്മുടെ പേര് ദൈവം പറയണം. അനിതാൻറ്റി, ആരുടെ പേര് ദൈവം പറയണം? നമ്മുടെ പേര് പറയണം. നിങ്ങൾ ദൈവസന്നിധിയിൽ അതുപോലെ വിശ്വസ്തരാകുക. നിങ്ങളെ ദൈവം അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ ഈ വേർഡ് എഴുതി വെച്ചു. നിങ്ങളെക്കുറിച്ച് ദൈവം സാക്ഷി പറയണമെങ്കിൽ നിങ്ങൾ 1-2 കാര്യങ്ങൾ എഴുതി ഇയ്യോബിൻ്റെ ലൈഫിൽ കൂടെ പഠിച്ചു. ഒന്നാമത്തെ വേർഡ് ബൈബിൾ പറഞ്ഞ നിഷ്കളങ്കനായിരിക്കുക. എന്തുവാ ഇംഗ്ലീഷ് വേർഡ്? എന്തുവാ? ബ്ലെമിഷ്, അൺബ്ലെമിഷ് അല്ലേ? യു ഷുഡ് ബി അൺബ്ലെമിഷ്. അബ്രഹാമിനോട് ദൈവം പറയുന്നത് എന്തുവാ? അബ്രഹാമേ, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക. നിഷ്കളങ്കത. ഇന്ന് നിഷ്കളങ്കതയൊക്കെ ഉണ്ടെങ്കിൽ പറ്റുമോ? നമ്മളെ ആൾക്കാർ വഞ്ചിക്കത്തില്ലേ? പക്ഷെ ദൈവം അപ്രീഷിയേറ്റ് ചെയ്യുന്ന എന്തോ തന്നെയാണ്. ഇറ്റ് ഷുഡ് ബി, നമ്മൾ എന്ത് ചെയ്താലും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുക. ഹസ്ബൻഡ്, വൈഫ്, ചേർച്ച്, ഫ്രണ്ട്സ്, നമ്മളെ ആരോട് ഇടപെടുമ്പോഴും എങ്ങനെ ആയിരിക്കണം? ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. പക്ഷേ ചില സമയത്ത് നമ്മുടെ ജോലിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരോടും പോയി പറയില്ല. യു ഷുഡ് ബി വൈസ് എനഫ്. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. സെയിം ടൈം നമ്മൾ എന്തോ ആയിരിക്കണം? വൈസും ആയിരിക്കണം കേട്ടോ. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ളതായിരിക്കണം. കളങ്കമില്ലാത്തതായിരിക്കണം. ഇയ്യോബിൻ്റെ ഒന്നാമത്തെ ഗുണം നിഷ്കളങ്കനും നീതിമാനും നേരുള്ളവനും ദോഷം വിട്ട് അകലുന്നവനും. നിങ്ങൾ എന്നെ നോക്കിയേ, എവിടെങ്കിലും ആരെങ്കിലും നാവ് കൊണ്ട് ദോഷം പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടാൻ പോകലും. കേൾക്കുന്നുണ്ടോ? ദോഷം കണ്ടാൽ എന്തോ ചെയ്യണം? ദോഷത്തെ പോയി തൊടാൻ പോകലും, വിട്ട് അകലണം. കേൾക്കുന്നുണ്ടോ? ദോഷം വിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ പേരും പറയും. മോനെ, നിങ്ങൾ നിഷ്കളങ്കരുള്ളതായിരിക്കണം. നിഷ്കളങ്കത ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ പറഞ്ഞു തരും, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും അങ്ങനെ ആണോ? ഇന്നാളിങ്ങനാണോ? നിന്റെ വിളി, നീ ബൈബിൾ അനുസരിച്ച് നീ ജീവിച്ചാൽ നിനക്ക് ബൈബിൾ അനുസരിച്ചുള്ള പ്രതിഫലം കിട്ടും. നിഷ്കളങ്കത, നീതിമാന്, നേരുള്ളവന്, ദോഷം വിട്ട് അടുക്കുന്നവനായിരുന്നോ അകലുന്നവനാണോ? കേട്ടോ. ഇയ്യോബിന് ദൈവം ചോദിച്ചു, നീ എൻ്റെ ദാസനാ ഇയ്യോബിന് ദൃഷ്ടി വെച്ചോ? സ്വർഗ്ഗത്തിൽ ചെന്ന് ചോദിച്ചു, ദൃഷ്ടി വെച്ചോ? സാത്താൻ ഉടനെ പറഞ്ഞ മറുപടി എന്ന് അറിയാമോ? ഞാൻ ആ മറുപടി അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം.
ഞാൻ ദൃഷ്ടി വെക്കുക തന്നെയല്ല, അവൻ്റെ വേലിക്കകത്തൊന്ന് കയറാൻ ഞാൻ ശ്രമിച്ചു. ഒന്ന് കയറാൻ ശ്രമിച്ചു, പക്ഷെ കയറാൻ പറ്റുന്നില്ല. എനിക്ക് കയറാൻ പറ്റുന്നില്ല. എന്താ കയറാൻ പറ്റാത്തേ? എന്താ കയറാൻ പറ്റാത്തേ? വായിച്ചു, 1:9-10 വായിച്ചു. ജോബ്, ബുക്ക് ഓഫ് ജോബ്, ചാപ്റ്റർ 1 വേഴ്സ് 9 and 10. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിട്ടിരിക്കുന്നത്? അടി അവിടെ 3 വേർഡുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങൾ ദൈവവചനം പഠിക്കുകയല്ലേ? എൻ്റെ ദൈവം എനിക്ക് തന്ന എല്ലാ ദൈവമക്കളും ശ്രദ്ധിച്ച് ദൈവവചനം പഠിക്കും. സാത്താൻ പറയുന്ന വേർഡ് എന്തുവാ? സാത്താൻ പറയുന്ന വേർഡാ, നീ അവനെ ദൃഷ്ടി വെച്ചോ എന്ന് ചോദിക്കുമ്പം സാത്താൻ പറയാ, ചുമ്മാ അവൻ നീതിമാനായിരിക്കുന്നേ, അവൻ അനുഗ്രഹിക്കപ്പെടാനുള്ളതിൻ്റെ കാരണം എന്താ? അവന് ചുറ്റും വേലിയുണ്ട്. എത്ര ലെവൽ വേലിയുണ്ട്? 1, ഇങ്ങോട്ട് നോക്ക്, ഫസ്റ്റ് വേലി നീ അവനും, 2 അവൻ്റെ കുടുംബത്തിനും, 3 അവനുള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടി. അപ്പം നീതിയോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവവൈതലിന് എത്ര ലെവൽ കാവലുണ്ട്? പറഞ്ഞോ, 3 ലെവൽ കാവലുണ്ട്. 3 ലെവൽസ് ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. നീതിയോടെ ദൈവത്തെ സേവിക്കുന്നവൻ എത്ര ലെവൽ കാവലുണ്ട്? 3 ലെവൽ. ഒന്നാമത്തെ കാവൽ എവിടെ? ഇൻഡിവിജ്വലി പ്രൊട്ടക്റ്റഡാ. രണ്ടാമത്തെ, അവൻ്റെ ഫാമിലി അവൻ നിമിത്തം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. മൂന്നാമത്തെ, ഫോർ ഓൾ ഹിസ് പൊസഷൻസ്. അയ്യാ, ആർ യു ഗെറ്റിംഗ്? അയ്യാ, പ്രാർത്ഥിക്കുന്ന നീതിയോടെ ജീവിക്കുന്ന ഒരു ദൈവവൈതലുണ്ടെങ്കിൽ അവർ നിമിത്തം ഈ 3 ലെവൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നിങ്ങളിനി എന്നെ ശ്രദ്ധിച്ചേ. ആൻറ്റി, ഇതുവഴിയാണ് പിശാച് ഓടാടി നടന്നേ. ഇങ്ങനെ ഊടാടി നടന്നു, ഇങ്ങനെ ഊടാടി നടന്നു. ഇവിടെ ആടുകളല്ലേ, കയറാൻ പറ്റുന്നില്ല. വേലിക്ക് വെളിയിലവൻ. നിങ്ങളുടെ വീട് ഇതുപോലെ പ്രൊട്ടക്റ്റഡ് ആകാമെങ്കിൽ, ദൈവമക്കളെ എന്നെ ശ്രദ്ധിച്ച് കേൾക്ക് പ്ലീസ്. ഇത്ര ആഴമാണ്. നിങ്ങളുടെ വീട് ഇതുപോലെ പ്രൊട്ടക്റ്റഡ് ആകാമെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് പിശാച് വന്ന് നിൻ്റെ വീട്ടിൽ നിന്ന് പണം മുട്ടിച്ചുകൊണ്ട് പോകുന്ന, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആ കേട് വരത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൻ്റെ എന്തെങ്കിലും നഷ്ടം ഉണ്ടാക്കി ഉള്ള സ്വരൂപിച്ച് വെച്ചാൽ കാശ് മൊത്തം പോയി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നു രോഗം വിട്ടു, ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് അടി കിട്ടു, ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നു പ്രശ്നം വിട്ടു, ഇടയ്ക്കിടയ്ക്ക്. നമ്മളെന്നും ഈ ലെവലിൽ കിടക്കണം. നിങ്ങളുടെ ജീവിതം വർദ്ധിച്ചു പെരുകി ദേശത്ത് അനുഗ്രഹിക്കപ്പെടണോ? ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ചുറ്റിനും കാവൽ ബിൽഡ് ചെയ്യണം. ഇപ്പം നിങ്ങൾ മനസ്സിലായ സഭയ്ക്ക് ഇത് എന്തിനാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഇത് എടുക്കുന്നതെന്ന്? ആദ്യം എൻ്റെ ഹൃദയത്തിലുള്ള സഭ പ്രൊട്ടക്റ്റഡ് ആണ്. ദൈവത്തിൻ്റെ മക്കൾ, കുടുംബങ്ങൾ, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആകണം. പ്രൊട്ടക്റ്റഡ് ആകാതെ 1000 ആത്മാക്കളെ തന്നാൽ ഇതുവഴി കുറച്ച് പോവും, അതുവഴി കുറച്ച് പോവും, അപ്പുറത്തൂടെ കുറച്ച് പോവും, പാട്ട് പാടുന്നവൻ കുറച്ച് കൊണ്ടുപോകും, വരുന്ന അസിസ്റ്റൻറ്റ് പാസ്റ്റർ കുറച്ച് കൊണ്ടുപോകും. ഇങ്ങനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്താൽ ആരെങ്കിലും ദുഷ്ടതയമായിട്ട് ഇതിനകത്ത് കയറിയാൽ അത് കരിഞ്ഞു പോകും. ഈ അന്തരീക്ഷത്തിൽ വർക്കാകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്ന്, നിങ്ങളുടെ വീടിനനുസരിച്ച് പറയാം, സഭയ്ക്ക് അനുസരിച്ച് പറയാം. നമ്മുടെ വീട്ടിലൊരുത്തൻ വരും, അസൂയ നിറഞ്ഞ ഒരുത്തൻ വരും, അവൻ ഇങ്ങനെ കലി പിടിച്ച് വരുമോ, ഇവൻ്റെയൊക്കെ ഇങ്ങനെ വന്നു, പക്ഷെ ഇവനകത്തോട്ട് കയറി ഇവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിൻ്റെ വീടിൻ്റെ മീതെ പ്രൊട്ടക്ഷൻ കിടക്കുന്നുണ്ട്. അവൻ്റെ യാതൊന്നും ഫലിക്കത്തില്ല. ഇവൻ എന്തൊക്കെ അവിടെ വിതയ്ക്കാൻ നോക്കിയോ നിങ്ങൾ എഴുതി വെച്ചു, ഇത് മൊത്തം അവൻ്റെ കൂടെ പോവും. ഇത് മൊത്തം ആരുടെ കൂടെ പോവും? അവൻ്റെ കൂടെ പോവും. ഞാൻ നിങ്ങൾ ഓർക്ക് എന്തോ ഈ റോയ് പാസ്റ്റർ പറയുന്നേ,
അനുഭവങ്ങളൊക്കെ പലതും എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. ചിലതൊക്കെ പറയാൻ പറ്റും, ചിലതൊക്കെ പറയാൻ പറ്റത്തില്ല കേട്ടോ. ഞാനൊരു അവിടെ ഇവിടെ തൊടാതെ ഒരു ഉദാഹരണം പറയാം. അവിടെ ഇവിടെ തൊടാതെ, കാരണം ഓൺലൈനിൽ കൂടെ പോകുന്നുള്ളതുകൊണ്ട്. ഒരു വീട്, ആ വീടിനെ നശിപ്പിച്ച് കളയാൻ മന്ത്രവാദം ചെയ്യാൻ തുടങ്ങി. എങ്ങനെ? അന്നേരം അവർക്ക് ചിരിച്ച് കാണിക്കും, ഫുഡ് കൊണ്ട് തരും, ചിരിച്ച് കാണിക്കും, സ്നേഹം നടിക്കും, എല്ലാം കാണിക്കും. ഉള്ളിൽ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്, ഉള്ളി സാഹസമാണ്, മുഖത്ത് ചിരിയ. ഉള്ളി സാഹസമാണ്, മുഖത്ത് ചിരിയ. ഒന്നുമില്ല, എന്ത് ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ഇങ്ങനെ കൊണ്ട് പോവാ. ദൈവം ആ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങും. ഇവർ ഉപവാസവും പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ഇവർ ദൈവത്തിൻ്റെ കാവൽ ആ വീടിന് ചുറ്റും ബിൽഡ് ചെയ്യാൻ ദൈവം പറഞ്ഞു. ബിൽഡ് ചെയ്തു. മിക്കവാറും എൻ്റെ മെസ്സേജ് കേട്ടായിരിക്കും, കാരണം ഞാൻ ഈ വിഷയം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നു. ബിൽഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇത്രയും നാൾ അകത്ത് വന്നവരുടെ പണി ചെയ്തതാണ്. പക്ഷെ ഇപ്പം അകത്തോട്ട് കയറാൻ പറ്റുന്നു. അകത്തോട്ട് വീടിൻ്റെ ഗേറ്റ് കടന്ന് കയറാൻ പറ്റുന്നില്ല. കയറുമ്പോൾ എന്തൊക്കെയോ ബുദ്ധിമുട്ട്. നിങ്ങളുടെ വീട് പ്രൊട്ടക്റ്റഡ് ആകട്ടെ ദൈവമക്കളെ. പിശാചിന് വന്ന് നിങ്ങളുടെ വീട്ടിൽ കളിക്കാനുള്ളതല്ല ഒരു ദൈവവൈതലിൻ്റെ വീട്. ഒരു ദൈവവൈതലിൻ്റെ വീട് കെട്ടി അടച്ച തോട്ടമാണ്. മനസ്സിലാവുന്നുണ്ടോ മോനെ? മനസ്സിലായോ? നിങ്ങളുടെ കുടുംബം പിശാചിന് വന്ന് കയറി ആഴ്ച വന്ന് കളിക്കാനുള്ളതാണോ നിങ്ങളുടെ വീട്? നമ്മുടെ വീട് അതിനുള്ളതാണോ? എൻ്റെ ഭാഷ പറഞ്ഞ് ഇച്ചിരി കട്ടിയാ. പഞ്ചായത്ത് വകയാണോ? നിന്റെ വീട്ടിലോട്ട് ഇങ്ങോട്ട് വരിക. എടാ, അവന് തോന്നുമ്പം വരാനുള്ളതല്ല നിന്റെ വീട്. ആണോ ആൻറ്റി? നമ്മുടെ വീട് അങ്ങനാണോ? അല്ല. നിങ്ങൾ അഗ്രസീവായിട്ട് പറ. പിശാചിനോട് എതിർക്കുമ്പോൾ, അവൻ്റെ കാര്യം പറയുമ്പോൾ മയത്തി പറയില്ല. അഗ്രസീവായിരിക്കണം നിങ്ങളുടെ സ്പിരിറ്റ്. ബൈബിൾ പറഞ്ഞേക്കുന്ന അവനോട് എതിർത്ത് നിൽക്കുക. അവനോട് എതിർത്ത് നിൽക്കുക. എന്നാൽ അവൻ നിന്നെ വിട്ട് പിശാചേ അതെ അവനറിയാം. നല്ല കാര്യം പറഞ്ഞപ്പോൾ കരുണ പോയി. പിശാൻ ബൈബിൾ പഠിപ്പിക്കുക. അവനോട് എന്തോ ചെയ്യാനാ? എതിർത്ത് നിൽക്കുക. നിങ്ങളുടെ വാക്കുകൾ ഉയർത്തി വെരി ബോൾഡായിട്ട്, വെരി ഷാർപ്പായിട്ട് നിങ്ങൾ പറയണം, പിശാചേ എൻ്റെ വീട് നിനക്കുള്ളതല്ല. വളരെ ക്ലാരിറ്റിക്ക് പറയണം. സ്വത്ര എൻ്റെ വീട് നിനക്കുള്ളതല്ല കേട്ടോ. അവൻ വാലാട്ടിക്കൊണ്ട് നിൽക്കും. പിശാച് വാലാട്ടിക്കൊണ്ടിരിക്കും. കേട്ടോ, എൻ്റെ വീട് നിനക്കുള്ളതല്ല കേട്ടോ. ഗെറ്റ് ഔട്ട്. നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. നിന്റെ പ്ലാൻസ് നടക്കത്തില്ല എൻ്റെ വീട്ടിൽ. എൻ്റെ വീട് പ്രൊട്ടക്റ്റഡാ. എൻ്റെ ഭാര്യയെ തൊടാൻ പറ്റത്തില്ല. എൻ്റെ ഭർത്താവിനെ തൊടാൻ പറ്റത്തില്ല. യു കാൻ ടച്ച് മൈ ഫാമിലി. ഡെവിൾ, യു ആർ എ ലയർ. യു ഹാവ് ടു സ്പീക്ക് ഔട്ട് വെരി ബോൾഡ്ലി, വെരി ലൗഡ്ലി, വെരി ക്ലിയർലി. യു ഹാവ് ടു സ്പീക്ക് ഔട്ട്. യു കാൻ ടച്ച് മൈ ഫാമിലി. കേട്ടോ? അപ്പം ഇങ്ങനെ പിശാചേ ഗോ. പിശാച് പോകത്തില്ല. അവനിങ്ങനെ വാലാട്ടിക്കൊണ്ടിരിക്കും. പട്ടി വാലാട്ടിക്കൊണ്ടിരിക്കുന്നു നിൽക്കും. കേട്ടോ? ഇന്ന് പകൽ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് അവനോട് കൽപ്പിക്കണം. അവൻ എന്നെന്നും കയറി വരാനുള്ളവനല്ല കേട്ടോ. ഇനി ഞാൻ 3 ലെവൽ കാവൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു. 3 അവിടെ തന്നെ നിൽക്കാം. ഇത് പോയാലും എൻ്റെ ഹൃദയത്തിൽ നിന്നൊന്നും പോകത്തില്ല. കാരണം ഇതെന്നെ ഞാൻ കാണാതെ പഠിച്ചതല്ല, ഇതെന്നെ ദൈവം പഠിപ്പിച്ചതാണ്. എന്നെ കർത്താവ് പഠിപ്പിച്ചതാണ്. 3 ലെവൽ കാവലുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ എഴുതി വെക്ക്. വി ഹാവ് 3 ലെവൽസ് ഓഫ് പ്രൊട്ടക്ഷൻ. ഫസ്റ്റ് ഏത് ലെവലാ? ഇൻഡിവിജ്വൽ. സെക്കൻഡ് ഫാമിലി. തേർഡ് ഫോർ ഓൾ യുവർ പൊസിഷൻസ്. ഓ എൻ്റെ ആൻറ്റി, ആ വേർഡ് ഭയങ്കരം. വിജിനെ, നിങ്ങളെ വിളിക്കുന്ന നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങൾ ശ്രദ്ധിക്കും.
മോനെ ഇയ്യോബിന് എങ്ങനെ മോനെ ഈ 3000 ആടും 6000 ഒട്ടവും ഇതെങ്ങനെ വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരുന്നു? എങ്ങനെ പെരുകാനുള്ള കാരണം എന്താ? ഗോഡ്സ് പ്രൊട്ടക്ഷൻ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെയൊക്കെ വീട്ടിൽ പെരുകുന്നുണ്ടെങ്കിലും ബാക്കി പൊക്കോണ്ടിരിക്കുക, ചോർച്ച പോയി, അതുവഴി ഇതുവഴി എല്ലാം പോയി. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഓവർ ടൈം ചെയ്ത് എക്സ്ട്രാ ടൈം ചെയ്ത് പൈസ ഉണ്ടാക്കി ഒരു നന്മ മേടിക്കാമെന്ന് വെച്ചോണ്ടിരുന്നു. തക്ക സമയമാകുമ്പോൾ വഴി കൂടെ പോയി. പിന്നെ ഓർത്ത് ഒരു കാറ് മേടിക്കാം. എത്ര വീടുകളിൽ ഞങ്ങൾ പോകുന്നതെന്നറിയാം. ഒരു വീട്ടിൽ എന്നെ കൊണ്ടുപോയി, ഗൾഫിൽ പോകുന്നതിൻ്റെ വിസ കിട്ടി. അന്ന് പുള്ളിക്ക് മാനസിക രോഗം വന്നു, പോയിട്ടില്ല. വിസ എല്ലാം പോയി. മെഡിക്കൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളിക്കാരന് പോകാൻ വിസ റിജക്റ്റായി. വിസ എല്ലാം റിജക്റ്റ് ആയി കഴിഞ്ഞപ്പം പുള്ളിക്ക് ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നാട്ടിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, പണിക്കൊക്കെ പോവും. ഇനി അടുത്ത വിസ വരുമ്പോഴേ ഇവനെ ഇളകത്തുള്ളൂ. മനസ്സിലായോ? അവനെ വിടത്തില്ല. അവനെ പിടിച്ചു കിട്ടിയേക്കുന്ന പാരമ്പര്യ പോരാ. വേറൊരു കൊച്ച് ഗവൺമെൻറ്റിൻ്റെ ജോലി കിട്ടി, ജോലിക്ക് പോകാൻ എല്ലാം കിട്ടി. എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇങ്ങനെ ഗവൺമെൻറ് ജോലി, വയ്യാതായപ്പോഴാണ് വിളിച്ച് കിട്ടി. പക്ഷേ ജോലി ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസമോ 2 ദിവസം മുമ്പെയോ എൻ്റെ കാലിൽ സ്വെല്ലിങ് വന്നു. നടക്കാൻ പറ്റുന്നില്ല, കട്ടിലേക്ക് കയറി കിടന്നു, കാല് മൊത്തം നീരായി. ജോയിൻ ചെയ്യേണ്ട ഡേറ്റും അതിൻ്റെ എക്സ്റ്റൻഷനും എല്ലാം കഴിഞ്ഞു. പക്ഷേ എനിക്കറിയത്തില്ല, പോകാൻ പറ്റുന്നില്ല. എൻ്റെ ഗവൺമെൻറ് ജോലി പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോൾ നടക്കാൻ വയ്യ. ഞാൻ ബെഡിൽ കിടപ്പായി തുടങ്ങി. ഒരു യങ് പെങ്കൊച്ച്, പ്രായമുള്ളതല്ല, നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ യങ് പെങ്കൊച്ച്. നന്മയുടെ സമയമാകുമ്പോൾ, അനുഗ്രഹത്തിൻ്റെ സമയമാകുമ്പോൾ, യാത്രയുടെ സമയമാകുമ്പോൾ ചിലതിന് ഇളകും. അസൂയ പിടിച്ചതിന് ചിലതിന് ഇളകും. നിന്നെ ഉയർത്താതിരിക്കാൻ. പക്ഷെ ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ മാതാപിതാക്കളും ജ്യേഷ്ഠ സഹോദരന്മാരും സഹോദരിമാരും എൻ്റെ എല്ലാവരും കേൾക്ക്. പ്ലീസ് ലിസൺ. നിങ്ങളുടെ വീട് എന്തായിരിക്കണം? പ്രൊട്ടക്റ്റഡ്. ആ വേർഡ് പറഞ്ഞേ മോനെ, നീ അത് അഗ്രസീവായിട്ട് പറയണം. ഞാൻ അഗ്രസീവായിട്ട് പറഞ്ഞു, എനിക്കറിയാം എൻ്റെ വില. നമ്മുടെ വീട് എന്തായിരിക്കണം? പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. നമ്മളായിട്ട് വാതിൽ തുറന്നു കൊടുക്കല്ലേ. ഒരു വീട്ടിൽ മക്കളും അപ്പനും അമ്മയും എല്ലാം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ വാതിൽ കൊടുത്താൽ കൊതു മൊത്തം കയറും. അപ്പനാ തുറന്ന്, വീട്ടിലെ നാഥൻ അപ്പനാണല്ലോ, അപ്പനല്ലല്ലോ തുറന്നെന്ന് വെച്ചാൽ കൊതു കയറാതിരിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? മക്കൾ പോയി തുറന്നു കൊടുത്താലും നിങ്ങളായിട്ട് പിശാചിന് കയറി വരാൻ ഇടം കൊടുക്കരുത്. കേട്ടോ? 3 ലെവൽ കാവല്. മനസ്സിലായോ? ഞാൻ ഇന്ന് പകൽ അങ്ങ് അഗ്രസീവായിട്ട് പറയാം. കാരണം കള്ള പിശാച് ജയിക്കാൻ വിടത്തില്ല അവനെ. നെവർ. അവനെ ജയിക്കാൻ അവൻ്റെ തലയെ കർത്താവ്, അവൻ്റെ കാലിനെ അല്ല തകർത്ത് കളഞ്ഞേ. നിങ്ങൾ പറഞ്ഞോ, യേശു കർത്താവ് അവൻ്റെ കാലിനെ ഞാൻ തകർത്ത് കളഞ്ഞു, വിരലിനെ ഞാൻ തകർത്ത് കളഞ്ഞേ. കർത്താവ് അവനെ ഇവിടെ തകർത്ത് കളഞ്ഞേ? തലേ. ഉറക്കെ പറ ദൈവ മക്കളെ, അവൻ്റെ തലയെ തകർത്ത് കളഞ്ഞു. അവൻ്റെ തലയെ. എൻ്റെ കർത്താവിന് അത്രയും തല തകർത്ത് കളഞ്ഞിട്ട് കർത്താവ് സഭയോട് പറയുക, നീ അതിനെ ജയിച്ചോ. ദേശത്ത് വ്യാപരിക്കുന്ന ഒരു ദുഷ്ടവ്യാപാരങ്ങൾ നിന്നോട് തൊടല്ലെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആടിത്തൂങ്ങി നിൽക്കാൻ പറ്റുമോ? നിൽക്കല്ലോ മോനെ. യു ഷുഡ് ബി അഗ്രസീവ്. നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകം ഒറിജിനൽ ആണെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, ആടി നിൽക്കാൻ പറ്റത്തില്ല. അവനോട് എതിർത്ത് നിൽക്കണം. അങ്ങനെ അഭിഷേകത്തിൻ്റെ ഒറിജിനൽ അഭിഷേകം വീണ ദാവീദ് കൊച്ചി ചെറുക്കനാ. പക്ഷെ എന്തു പറ്റി? അവൻ അണിയിലോട്ട് പടയ്ക്കകത്തോട്ട് ചെന്നപ്പോൾ അവൻ്റെ മേൽ കിടന്ന അഭിഷേകം കത്താൻ തുടങ്ങി. ചേട്ടന്മാർ വെല്ലുവിളി കേട്ടപ്പോൾ ഒളിച്ചു പോയി. ഗുഹയിലും ഗഹ്വരങ്ങളിലെല്ലാം പോയി ഒളിച്ചു. അയ്യാ ഗെറ്റിംഗ് അയ്യാ പോയി ഒളിച്ചു. പക്ഷേ ദാവീദ് എന്തോ എടുത്തു? ദാവീദ് ചങ്ക് വിടർത്തി. എന്താ കാരണം? ആകെ കൊച്ചി ചെറുക്കനാ. ചങ്ക് വിടർത്താനുള്ളതിന് കാരണം എന്തായിരുന്നു? അവൻ്റെ മേൽ കിടന്ന അഭിഷേകം ഒറിജിനല. പ്രതിസന്ധി വരുമ്പോൾ ഓടുന്നതല്ല, പ്രതിസന്ധി വരുമ്പം ജ്വലിക്കുന്നതാണ്.
നിന്റെ അകത്ത് കിടക്കുന്ന ആത്മബലം കൊണ്ട് നീ പറയും, ഇല്ല, ഈ ഫെലിസ്ത്യനായ ഗോലിയാത്ത് ആരാ? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കാൻ ഇവൻ ആരാ? ഇവൻ? നമ്മുടെ വീട് പ്രൊട്ടക്റ്റഡ് ആകണം മോനെ, കേട്ടോ? വീണ്ടും 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 അങ്ങോട്ട് നമ്മുടെ വീട് എന്തോ എടുക്കണം? ഉറക്കപ്പറ, പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. പൈശാചിക ശക്തികളോട് നിങ്ങൾ അടുക്കുമ്പം നിങ്ങൾ കോംപ്രമൈസ് സ്വഭാവം കാണിക്കല്. ഞാനൊരു ഉദാഹരണം പറയാം. ഐ ടെൽ യു വൺ എക്സാമ്പിൾ സിസ്റ്റർ. ഐ നോ I'm asking apology. I know you maybe some words you can't catch Malayalam word. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Have you heard about the Paul Yonggi Cho, who was has a big church, who had a big church in Korea? No, not in Korea. One of the big church around the world. ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ച ആയിരുന്നു കൊറിയയിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഈ പോൾ യോങ്കി ചോ 10,000-30,000 പേരൊക്കെ സഭയിൽ വന്നാണ്ടി. സഭയിൽ വന്നിട്ട് ചർച്ച് ഗ്രോ ആയിക്കൊണ്ടിരിക്കുക. ചർച്ച് 30,000 ആയില്ല, 10,000 അത്രയും കണ്ടായിട്ടുള്ളൂ. ചർച്ച് ഗ്രോ ആയിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം എല്ലാ ദിവസവും രാവിലെ 4 മണി തൊട്ട് 8 മണി വരെ ഞാൻ പ്രാർത്ഥിക്കും. എവറി ഡേ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കും. വൺ ഡേ അദ്ദേഹത്തിന് കുറേ ആൾക്കാർ, ബുദ്ധ സന്യാസിമാർ തന്നെ വിളിച്ചുകൊണ്ട് ഒരു വീട്ടിൽ കൊണ്ടുപോയി, ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി, ദൂരെ ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ട് അവരോട് ഒരു 30 വർഷമായി ബെഡ് റിട്ടൺ ആയി കിടക്കുന്ന ഒരു ലേഡിയെ കൊണ്ടുപോയി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, കൊറിയയിൽ ഇനിയും തൊട്ട് ഇവിടെ നിങ്ങൾ പ്രസംഗിക്കണമെങ്കിൽ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരണം. ആ പ്രസംഗിക്കുന്ന ആ ദൈവത്തിൻ്റെ പേരിൽ ഈ വ്യക്തി എഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ ഞങ്ങൾ വിശ്വസിക്കാം നിങ്ങൾ പറയുന്ന ദൈവം കറക്റ്റാണ്. ഇല്ലെങ്കിൽ ഈ 30-ാം തീയതി വരെ അവസരം തരാം, ഈ മാസം 30-ാം തീയതി വരെ. പിന്നെ കൊറിയെ നിങ്ങൾ പ്രസംഗിക്കത്തില്ല, നിങ്ങളുടെ ചർച്ച് കത്തിച്ച് കളയും. ഒളിയൊങ്ങിച്ച് പോയി പ്രാർത്ഥിച്ചു. ആ സ്ത്രീയുടെ മുറിയിലോട്ട് കയറാൻ വയ്യ. ഇവരാരണ്ടൊക്കെ പോയി മുറി ക്ലീൻ ചെയ്തിട്ട് മുറിയിൽ പോയി പ്രാർത്ഥിച്ചു. സൗഖ്യമായില്ല. പിന്നെയും പ്രാർത്ഥിച്ചു. സൗഖ്യമായില്ല. പിന്നെയും പ്രാർത്ഥിച്ചു. സൗഖ്യമായില്ല. പോളിയോങ്ങിച്ചോട് സമയം കൊടുത്തു. ഈ മാസം 30-ാം തീയതിക്കകം ആ സ്ത്രീ എഴുന്നേറ്റോണം, ഇല്ലെങ്കിൽ കൊറിയ നിങ്ങളുടെ ചർച്ചില്ല. പോളിയോങ്ങിച്ച തിരിച്ച് വീട്ടിൽ വന്നു. ആ ദിവസം പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം പ്രാർത്ഥിച്ചു. ഇനിയും 2-3 കുറേ ദിവസം കൂടെ ഉണ്ട്. പോളിയോങ്ങിച്ച അങ്ങ് മറന്നുപോയി ഈ വിഷയം. ഇതിങ്ങനെ കിടക്കുന്നു. ഒരു ദിവസം രാത്രി താൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാവിലെ 4 മണിക്കല്ല, അർദ്ധരാത്രി താൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ച് കേൾക്ക്. താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം തൻ്റെ മുറിയിൽ മനോഹരമായൊരു സ്ത്രീ ഇറങ്ങി വന്നു. ഒരു ബ്യൂട്ടിഫുൾ ലേഡി ഇറങ്ങി വന്നു. തൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഒരു മനോഹരമായ സ്ത്രീ ഇറങ്ങി വന്നു. ഭയങ്കര കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് ആ ലേഡി പറഞ്ഞു, നീയും ഞാനും കൂടെ ഒരുമിച്ചാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടെ വർക്ക് ചെയ്യാം. നമുക്ക് രണ്ടും കൂടെ കോംപ്രമൈസ് ചെയ്താൽ എൻ്റെ ആൾക്കാർ നിന്നെ ഉപദ്രവിക്കത്തില്ല, എനിക്കും ദോഷം വരുത്തില്ല, നിനക്കും ദോഷം ഞാനും വരുത്തത്തില്ല. നമുക്ക് രണ്ടും ഒരുമിച്ച് ഇവിടെ വർക്ക് ചെയ്യാം. ഭയങ്കര കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് ഈ ലേഡി അതാമൻ പോളിയോങ്ങിച്ച പറയാം, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. നിന്നെ ഈ തലമുറയിൽ ഞാൻ വിളിച്ചത് കോംപ്രമൈസ് ചെയ്യാനല്ല. പോളിയോങ്ങിച്ച അഗ്രസീവായിട്ട് ആ വെളിപ്പെട്ട് നിൽക്കുന്ന ദുർഭൂതത്തോട്, അത് സ്ത്രീയുടെ ആ ഒരു വശീകരണ രീതിയിൽ വെളിപ്പെട്ടതാണ്, അങ്ങോട്ട് കമാൻഡ് ചെയ്യാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ, എൻ്റെ ഉടയവൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യുന്നു ഈ പട്ടണത്തിൽ നിന്ന്. നിന്നോട് കോംപ്രമൈസ് ചെയ്യാനല്ല എന്നെ ദൈവം വിളിച്ചേ, എന്നെ ഈ തലമുറയിൽ അഭിഷേകം ചെയ്തത്. അതിനെ ശ്വാസിച്ചു, ഫത്സിച്ചതിനെ. നിങ്ങൾ വിശ്വസിക്കത്തില്ല, അവിടെ നിന്ന് ആ സ്ത്രീ ഒരു പാമ്പായിട്ട് നിലത്ത് വീണു. അത് കിടന്ന് പൊളയാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ പാമ്പ് അപ്രത്യക്ഷമായി. പോളിയോ ചോർത്ത് എന്തോ ഞാൻ ഈ കണ്ട കാഴ്ച. ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കത്തില്ല. ഓൺലൈനിൽ കൂടെ ഒക്കെ പോകുന്നു. വിശ്വസിക്കാത്തവർ വിട്ട് കളഞ്ഞേരും. ആത്മമണ്ഡലം തിരിച്ചറിയുന്നവനെ ഇതൊക്കെ അറിയത്തുള്ളൂ. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും ആത്മാവിൽ ജാഗരിക്കുന്നവർക്കും ചിലത് മനസ്സിലാകത്തുള്ളൂ.
ദേശത്ത് ശക്തിയുണ്ടോ, കുടുംബത്തിനെതിരെ പോരാട്ടമുണ്ടോ ഇല്ലയോ, ഇതങ്ങ് അപ്രത്യക്ഷമായി. പോളിയോങ് ചോദിച്ചു, എന്തോ ഞാൻ കണ്ടേ, പക്ഷെ തീരുമാനിച്ച ഞാൻ അതിനോട് രമ്യതപ്പെടത്തില്ല. പുള്ളി കുറച്ച് സമയം കഴിഞ്ഞ് ഓർത്ത് 4 മണിയാകാൻ പോകുന്നല്ലോ, പ്രയർ മൗണ്ടനിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ഓർത്തുകൊണ്ട് റൂം തുറന്ന് വെളിയിലോട്ട് നിൽക്കുമ്പം പുള്ളിക്ക് കാണാം ഒത്തിരി ആൾക്കാർ ദൂരെ നിന്ന് തീപ്പന്തവുമായിട്ട് വരുന്നു. ഈ തീപ്പന്തവുമായിട്ട് വരുന്നതാണ് പരുവത്ത് കഴിഞ്ഞു. അയ്യോ, ഇന്ന് 30-ാം തീയതി ആണല്ലോ, എൻ്റെ ചർച്ച നിർത്തി വെക്കാൻ പോവാന്നല്ലോ. അവർ രാവിലെ ഇങ്ങ് വന്നോ. പോളിയോങ് ചോർത്ത് കഴിഞ്ഞു, എന്നാൽ അവരെ കണ്ടിട്ട് പോവാം. അവരെന്ത് ചെയ്യുമെന്നറിയത്തില്ല, എന്നെ അടിക്കുമോ ഉപദ്രവിക്കുമോ. പോളിയോങ് ചോടെ നിൽക്കുമ്പം കുറേ കൂട്ടർ തീപ്പന്തവുമായിട്ട് വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഓടി വരുന്നുണ്ട്. മുന്നേ സ്ത്രീ ഓടി വന്നിട്ട് അവരാരെയൊക്കെ പരതുന്നു. ചോദിച്ചു, എവിടെ പോളിയോങ്ങിച്ചോ, എവിടെ പോളിയോങ്ങിച്ചോ, എവിടെയാ പാസ്റ്റർ, എവിടെ? പറഞ്ഞു, ഞാൻ പാസ്റ്റർ ഞാനാ. ഇദ്ദേഹം പറയുക, ഈ ലേഡി പറയുക, പാസ്റ്റർ ഇന്നലെ രാത്രി ഇത്ര മണിക്ക് നിങ്ങൾക്കറിയാമോ, ഞാൻ ഇന്ന വീട്ടിൽ കിടന്നതാ, 30 വർഷമായിട്ട് പാരലൈസായി കിടന്ന ലേഡി ഞാനാ. ഇന്നലെ രാത്രി അങ്ങ് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, യേശു നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, എഴുന്നേറ്റോളാൻ പറഞ്ഞു. നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളെ കാണാനില്ല. ഞാൻ അന്നേരം തൊട്ട് നോക്കുക. പക്ഷെ ഞാൻ എഴുന്നേറ്റപ്പം എൻ്റെ ഉള്ളിലൊരു യേശു സൗഖ്യമായി. ഞാൻ നേരെ രാവിലെ തന്നെ ബുദ്ധ സന്യാസിമാർ രാവിലെ പോകുന്ന അവരുടെ ക്ഷേത്രത്തിലേക്ക് ഞാൻ കയറി ചെന്നിട്ട് പറഞ്ഞു, ദേണ്ട അവർ പറഞ്ഞു യേശു എന്നെ സൗഖ്യമാക്കി. അവർ എന്നെ ആകെ പരിശോധിച്ചു, എന്നെ നടക്കാൻ പറ്റും, ഞാൻ ഓടുക, എനിക്കിപ്പോൾ ശരീരം മൊത്തം ബലമിറങ്ങി വന്നു. ആ ബുദ്ധ സന്യാസിമാർ മൊത്തം അവരുടെ ക്ഷേത്രങ്ങൾ തല്ലിപ്പൊട്ടിച്ചിട്ട് രാവിലെ തീപ്പന്തവുമായിട്ട് വരുന്നത് എന്തിനാണെന്നറിയാമോ? ആ യേശുവിനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളും കൂടെ സ്നാനപ്പെടാൻ വരിക. അങ്ങനെ ആൻറ്റി ഉണർവ് നടക്കുന്നത്. ദേശത്ത് വ്യാപരിക്കുന്ന ഒരു അന്യായ ശക്തിയോടും എൽബദേൽ ചർച്ചിലുള്ള ഒരു വ്യക്തികളും കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും പ്രോബ്ലങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശുശ്രൂഷൻ എന്നുള്ള നിലയിൽ എന്നെ വിളിച്ചു, ഞാൻ വരാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വീട് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നെവർ കോംപ്രമൈസ്. എന്തോ ബൈബിളിലെ വാക്യം എന്തോ, പിശാചിനോട് എതിർത്ത് നിൽപ്പി. റെസിസ്റ്റ് ദി ഡെവിൾ, അവൻ he will flee from you. അങ്ങനല്ലേ? അവൻ നിന്നെ വിട്ട് നടന്നു പോകുന്നല്ല. നിന്റെ വാക്ക് സ്ട്രോങ് ആവട്ടെ. നമ്മുടെ വാക്കുകൾ സ്ട്രോങ് ആവട്ടെ ആൻറ്റി. 3 ലെവൽ കാവലുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് ഈ പ്രാർത്ഥിക്കാൻ പോവാം. ഒരു വ്യക്തിക്ക് 3 ലെവൽ കാവലുണ്ട്. മോനെ, എത്ര ലെവൽ കാവലുണ്ട്? ഇൻഡിവിജ്വൽ, ഫാമിലി, ഫോർ ഓൾ ഹിസ് പൊസിഷൻസ്. ഈ കാവൽ എങ്ങനെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ഈ വേലി എങ്ങനെയാണ് കൂടുതൽ സ്ട്രോങ് ആക്കുന്നത്, ഭയങ്കര ബലമുള്ളതാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതും കൂടെ പറയാം. അപ്പോൾ നിങ്ങൾക്കത് ഇന്ന് ഇനി ഈ ഒരാഴ്ച മൊത്തം പ്രാർത്ഥിക്കാനൊരു ഉത്സാഹമായിരിക്കും. ഓ കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ വല്ല ജീവനോ സന്തോഷമോ വല്ലതും തോന്നുന്നുണ്ടോ? ഏതോ മക്കളെ, നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടോ? ഒരു സന്തോഷമോ ബലമോ വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. മുഖത്തും കൂടെ കാണിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞേ. എങ്ങനെയാണ് വേലി സ്ട്രോങ് ആക്കുന്നത് ഞാൻ പറയാം. ഇയ്യോബ്, ഇനി ബാക്കി ഞാൻ അടുത്ത ആഴ്ച ചിന്തിക്കാം. ഇയ്യോബിന് 10 മക്കളുണ്ടായിരുന്നു. 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. അങ്ങനല്ലേ? 7 ആൺമക്കളും 3 പെൺമക്കളുമായിരുന്നു. ഇയ്യോബിൻ്റെ സഹോദരന്മാർ അവരുടെ ദിവസം വരുമ്പോൾ സഹോദരിമാരെയും കൂടെ വിളിച്ചിട്ട് അവർ ഒരുമിച്ച് വിരുന്ന് കഴിക്കുക പതിവായിരുന്നു. അങ്ങനെ വിരുന്ന് കഴിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ആ ദിവസം വട്ടം തികയുമ്പോൾ, ദിവസം വന്നു കഴിയുമ്പം എല്ലാം കഴിഞ്ഞു. ഭയങ്കര സമ്പന്നനല്ലേ, ഇഷ്ടം പോലെ കഴിക്കാനും കുടിക്കാനും എല്ലാം ഉണ്ട്, സമ്പന്നനല്ലേ. മക്കളെല്ലാം കുടിച്ചു കഴിച്ചിട്ട് ഇയ്യോബ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഈ മക്കളുടെ എല്ലാം ഫീസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇയ്യോബ് ഓർക്കും, എൻ്റെ മക്കൾ ഇത്രയും സന്തോഷിച്ചു, ആഹാരം ഉണ്ടായിരുന്നു, അവരിൽ ആരെങ്കിലും ഹൃദയത്തിലെങ്കിലും പാപം ചെയ്ത്
ദൈവത്തോട് തെറ്റിയോന്നോർത്ത് ഇയ്യോബ് നന്നേ രാവിലെ എഴുന്നേറ്റിട്ട് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഇയ്യോബ് ഹോമയാഗം കഴിക്കും. വേലി പൊളിയല്ലേ, എന്തോ കഴിക്കും? ഹോമയാഗം. നിങ്ങൾ പറ, ഹോമയാഗം എന്ന് പറഞ്ഞ ആ വേർഡിൻ്റെ അർത്ഥം കംപ്ലീറ്റ് ബേൺഡ് ഔട്ട് എന്ന്. അതിനൊന്നും കിട്ടത്തില്ല. ഹോമയാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിന് പറയുന്നത് ഫീസ്റ്റ് അല്ലല്ലോ, ബേൺ സാക്രിഫൈസ്. കംപ്ലീറ്റ് ബേൺ ആക്കണം. ഹോമയാഗത്തിന് സമ്പൂർണ്ണമായി സാക്രിഫൈസ് ചെയ്യണം. ഇനി ആ യാഗത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാംസമല്ല, ഊനമില്ലാത്ത മൃഗമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബ്ലഡാണ്. എന്തോ ഇമ്പോർട്ടൻ്റ്? ബ്ലഡ്. സാക്രിഫൈസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്തോന്നറിയാം? ബ്ലഡ്. ആ രക്തം ചീന്തി, ആ മൃഗത്തിൻ്റെ രക്തം ചീന്തി യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതൊക്കെ പ്രമാണം. എന്നിട്ട് ആ മാംസം മൊത്തം ദഹിപ്പിക്കണം. എല്ലാം ദഹിപ്പിച്ചിട്ട് ആ രക്തത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും. മൃഗത്തിൻ്റെ രക്തത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും. ആ മൃഗത്തിൻ്റെ രക്തത്തിന് മുമ്പിലുള്ള, ഊനമില്ലാത്ത ഹോമയാഗ മൃഗത്തിൻ്റെ രക്തത്തിന് മുമ്പിലുള്ള പ്രാർത്ഥന ഇയ്യോബിൻ്റെ വേലി എന്തോ ചെയ്തു? വീണ്ടും സ്ട്രോങ് ആക്കി, ഭയങ്കര സ്ട്രോങ് ആക്കി. ഇതാണ് ഇയ്യോബിൻ്റെ വേലിയെ പ്രൊട്ടക്റ്റ് ചെയ്തത്. പുതിയ നിയമത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ കേട്ടോ, ആ ഊനമില്ലാത്ത മൃഗത്തിൻ്റെ രക്തത്തിൻ്റെ മുമ്പിലുള്ള പ്രാർത്ഥന പഴയ നിയമ വിശുദ്ധൻ്റെ വേലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ പഴയ നിയമത്തിലെ ആദ്യത്തെ ആരാധന വീരനായിരുന്നു ഹാബേൽ. ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തം, എനിക്കത് വിശദീകരിക്കാൻ അറിയത്തില്ല. പാപമില്ലാത്ത രക്തം, അതിൻ്റെ കണികയ്ക്കകത്ത് പോലും, സെൽസിനകത്ത് പോലും ഒരു 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 പാപത്തിൻ്റെ അംശം, മണമില്ല. ഇതുപോലെ വിശുദ്ധ രക്തം, ഇതുപോലെ പരിശുദ്ധ രക്തം, നമ്മുടെ യേശുവിൻ്റെ ആ പരിശുദ്ധ രക്തത്തിൻ്റെ അകത്ത് മറഞ്ഞു നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വേലി ബിൽഡ് ചെയ്യാൻ പറ്റുമോ? സ്ട്രോങ് ആക്കാൻ പറ്റുമോ? സിസ്റ്റർ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ കുടുംബത്തിന് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. യേശുവിൻ്റെ രക്തത്തിൽ ഒരുമിച്ച് കൈയോർത്ത് പിടിക്കണം. എന്നിട്ട് എന്നെ, എൻ്റെ കുടുംബത്തെ ഞാൻ യേശുവിൻ്റെ രക്തത്തിൽ മറയ്ക്കുന്നു. നിങ്ങൾ പറഞ്ഞേ, ഹോമയാഗ മൃഗത്തിൻ്റെ രക്തത്തിൻ്റെ അകത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് വേലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ അകത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് ഗോഡ്, നിങ്ങളുടെ വേലിയെ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറഞ്ഞേ, പറ്റുമോ? നമുക്കെന്നാ ഇനി പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെ നിങ്ങളുടെ ലൈഫ് പ്രൊട്ടക്റ്റഡ് ആകട്ടെ. നിങ്ങൾ ഈ വിഷയം ആഴത്തിൽ പഠിക്കുക. വേലി പൊളിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും മതിലുകൾ ഇടിയപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ മതിലുകൾ ബിൽഡ് ചെയ്യും. മതിലുകൾ ബിൽഡ് ചെയ്യും. യേശുവിൻ്റെ രക്തം. what a wonderful name. ജീസസ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ദൈവവചനം കേൾക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചോ? നിങ്ങൾ കൊണ്ടൊന്ന് പറഞ്ഞേ. ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചോ? അനിതാൻറ്റി പറഞ്ഞ ദൈവമക്കളെ, പഠിച്ചോ? സാത്താൻ സ്വർഗത്തിലല്ല നിൽക്കുന്നത്, നിങ്ങൾ ഓർത്തോ? എവിടെ നിൽക്കാൻ പോന്നേ? കോടതിയിൽ. സ്വർഗത്തിൽ പിതാവിൻ്റെ സിംഹാസനത്തിനടുക്ക് വരെ ചെല്ലാൻ പറ്റുന്ന ആർക്കാണെന്നറിയോ? നമുക്കാ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ
കൃപാസനത്തിന് അടുക്കച്ചില്ല. പിതാവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ആർക്കാ? നിങ്ങൾക്ക്. സാത്താൻ എവിടെ വരെ ചെല്ലാൻ? കോടതിയിലെല്ലാം പറ്റത്തില്ല. അവൻ പ്രതിയാ. അവൻ കൊലപാതകനാ. ആദ്യം മുതലേ കൊലപാതകനാ. അവൻ നുണയുടെ അപ്പനാ. പാപത്തിൻ്റെ അപ്പൻ, ഭോഷ്കിൻ്റെ അപ്പൻ, വഞ്ചകൻ, ചതിയൻ, ദൈവത്തിൻ്റെ ശത്രു, വിക്കഡ്, കണ്ണിങ് ലയർ, കള്ളൻ, അറുക്കാൻ വരുന്നവൻ, മുടിക്കാൻ വരുന്നവൻ. ഇവൻ എവിടെ ചെല്ലാൻ പറ്റും? അവന് സിംഹാസനത്തോട് അടുക്ക പോകാൻ പറ്റുന്ന ആർക്കാ? നമ്മുടെ കഴിവല്ല. ഓ ഗോഡ്, നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? നമുക്ക് എവിടെ ചെല്ലാം? പറഞ്ഞേ. സിംഹാസനത്തിൽ അപ്പൻ്റെ അടുക്ക ചെല്ലാം. നിങ്ങൾക്ക് എപ്പം ചെല്ലാം? ഏത് സമയത്തും. പിശാചിനെ എല്ലാം പറ്റത്തില്ല കേട്ടോ. കോടതിയിലേ ചെല്ലാൻ പറ്റത്തുള്ളതാണ്. അത് പഠിച്ചു. പിന്നെന്താ പഠിച്ചു? ഒരു ദൈവവേദന ചുറ്റും എത്ര വേലിയുണ്ട്? 3 വേലി. ഏതൊക്കെ വേലിയാ? ഇൻഡിവിജ്വൽ, ഫാമിലി, ഫോർ ഓൾ ഹിസ് പൊസഷൻസ്. സാത്താന് അവനെക്കുറിച്ച് പറഞ്ഞു എന്തൊക്കെ 3 സ്വഭാവം ഞാൻ പറഞ്ഞു. അസൂയ, പിന്നെന്തുവാ? ഇൻസെക്യൂരിറ്റി, ഈഗോ. ഇവനിങ്ങനെ നടക്കുക ചുറ്റിത്തിരിഞ്ഞ്. പിന്നെന്താ നീ കയറാഞ്ഞേ? ദൈവം ഒരുത്തൻ്റെ ചുറ്റിനും വേലി കെട്ടിയ ഒരു കള്ളപ്പിശാചിനും കയറാൻ പറ്റത്തില്ല. ഞാൻ അടുത്ത പഠിപ്പിച്ചു, പിശാചിനോട് എന്തോ ചെയ്യണം? എതിർത്ത് നിൽക്കണം. നിങ്ങളുടെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം? ശക്തമായിരിക്കണം, ഷാർപ്പായിരിക്കണം, ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. വളവള ഉള്ളതായിരിക്കില്ല നിങ്ങളുടെ ശബ്ദം. ചിലരോട് പറഞ്ഞാൽ മതി 10,000 എന്ന് പറഞ്ഞേ, അവർ 10,000 എന്ന് പറയത്തില്ല, 10,000 എന്ന് പറയത്തുള്ളൂ. 10,000. പഞ്ചസാര എന്ന് പറഞ്ഞേ, പഞ്ചാര, പഞ്ചസാര. 10,000 എന്ന് പറഞ്ഞേ, 10,000 ഇങ്ങനെ പറയത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ വേർഡ് എങ്ങനെ ആയിരിക്കണം? ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. പഞ്ചസാര എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ പഞ്ചസാരയുടെ രുചി ഉൾപ്പെടെ ആൾക്കാർക്ക് മനസ്സിലാകണം. ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ എങ്ങനെ എതിർത്ത് നിൽക്കണം? നഖശിഖാന്തം എതിർത്ത് നിൽക്കണം. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വെയിറ്റ് ചെയ്യണം. പ്രാർത്ഥിച്ചേ, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചേ. ഇന്ന് പകൽ കേട്ട വചനം നിങ്ങളുടെ ഉള്ളിൽ ജീവനായിട്ട്, നമ്മുടെ ഉള്ളിൽ ജീവനായിട്ട് വരട്ടെ, ബലമായിട്ട് വരട്ടെ, ബലമായിട്ട് വരട്ടെ, ബലമായിട്ട് വരട്ടെ, ജീവനായിട്ട് വരട്ടെ. റാംഖാന പ്രഭു ആത്മാവിൽ സംസാരിക്കുക. നമ്മൾ കുറച്ചു പേരെ കാണത്തുള്ളായിരിക്കാം. മതിയെന്നേ യേശുവിൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ചു പേരായാലും മതിയെന്നേ. ഒരുത്തനെ കിട്ടിയാൽ മതി, ഒരുവനെ കിട്ടിയാൽ മതി. ദൈവം അവനിൽ കൂടെ രാജ്യത്തെ തിരിച്ചു പിടിക്കും. ഏലിയാവിനെ കൈ കിട്ടിയാൽ മതി. 7,000 പേരുണ്ടെങ്കിലും ഒറ്റ ഏലിയാവിനെ കിട്ടിയാൽ മതി. ഒരു രാജ്യത്തെ ദൈവം തിരിച്ചു പിടിക്കും. ബാലിൻ്റെ പ്രവാചകന്മാർ 450-400 പ്രവാചകന്മാരെതിരെ നിന്നാലും നീ അവരെ ഒന്നിനും ഭയപ്പെടണ്ട. നിന്റെ മീതെ വ്യാപരിക്കുന്ന അഭിഷേകം ഒറിജിനൽ ആണെങ്കിൽ നീ ചിലതിനോട് എതിർത്ത് നിൽക്കുക. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുക ദൈവമക്കളെ. ഓ, നിങ്ങൾ ഇരിക്കുന്ന ഹസ്ബൻഡും വൈഫും ആണോ? നിങ്ങൾ ഒരുമിച്ച് കൈപിടിച്ച് പ്രാർത്ഥിക്കുക. ഓ വിജയനെ മോനെ, അങ്കിളുടെ കൈപിടിച്ച് പ്രാർത്ഥിക്കുക. സഭയായിട്ട് ഒരുമിച്ച് കൈപിടിച്ച് പ്രാർത്ഥിക്കുക. ആശ ആൻറ്റിയുടെ എടുക്കുക. ഓ കൈപിടിച്ച് പ്രാർത്ഥിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എതിർത്ത് നിൽക്കുക. ഒരാളെക്കാട്ടിലും നല്ലതാ 2 പേര്. യേശു കർത്താവ് ശുശ്രൂഷിക്കാൻ അയച്ചപ്പോൾ അവരെ ഈ രണ്ടായിട്ട് അയച്ചു. ഒരുവൻ 1000, ഇരുവർ 10,000 ഓടിക്കും. മാൽഖര പ്രഭാദിയ ലേഖുറ പ്രഭാജന ധനാമന നേമിയ ഓ ഇനി വാ അപ്പോൾ എടുക്കും. റംധുരമാന സെഖേരെ ബെരേഗേരെ ലെമനിഗരഗലിഗ രമനഗരഗലഗ രമനഗരഗലഗ ബാ
ശകല ബരബലെ വിരിയാന്തന പ്രഭനാരക്കടകം റീമക്കടകം മൽക്കടകൽ അപ്പടെ കൈ പിടിച്ചു ഓരകൽ കരജാല പ്രൗഢം ജമൽ കനാദി അൽക്കടകൽ പ്രൗഢികരാദി അംദല വൈഡ ജഗല കരക ദീപൽ പ്രൗഢം ജമനത്താനം വൈഡകരാദി. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. കള്ളപിശാച് നിന്റെ സ്കീംസിനെ ഞങ്ങൾ തകർത്ത് കളയുന്നു. നിന്റെ സ്കീംസിനെ ഞങ്ങൾ തകർത്ത് കളയുന്നു. നിന്നോട് ഞങ്ങൾ എതിർത്ത് നിൽക്കുന്നു. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ സഭയെ വിട്ട് പോ കള്ളപ്പിശാചെ. നിന്നെ ഞങ്ങൾ ശ്വാസിച്ച് ഭത്സിക്കുന്നു. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ തൊടരുത്. സഭയെ തൊടരുത്. വ്യക്തികളെ തൊടരുത്. അവരുടെ ജീവിതത്തെ തൊടരുത്. നന്മയെ തൊടരുത്. ഒരു വകയെ തൊടരുത്. വസ്തുവകകളെ തൊടരുത്. അനുഗ്രഹങ്ങളെ തൊടരുത്. ജോലിയെ തൊടരുത്. ആരോഗ്യത്തെ തൊടരുത്. ഞങ്ങളുടെ സഭയെ തൊടരുത്. ഞങ്ങളുടെ ദേശത്തെ തൊടരുത്. ഞങ്ങൾക്കുള്ള സകലത്തെ തൊടരുത്. എൽബെദേൽ ഫാമിലിയെ തൊടരുത്. ഞങ്ങളുടെ യാത്രകളെ തൊടരുത്. അസൂയ നിറഞ്ഞ പിശാചിന്റെ അവന്റെ സകല തന്ത്രങ്ങളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശ്വാസിച്ച് ഭത്സിക്കുന്നു. ഉടഞ്ഞു പോ. നീ എവിടെ നിന്ന് വന്നു അവിടേക്ക് പോകാം. നിന്നെ ഞങ്ങൾ ഭത്സിച്ചിരിക്കുന്നു. മേർത്തുരികാദര പ്രബോഷിയ അറഗാന റെക്കെ സെബേരിയ അടനദനമന ഗടഗടക അൽബരബലബരിയാന്തല ബൗഡ കരഗലഗടക കൗഡബലാദിയ തവേ സാത്താന്റെ ശക്തികളെ ഞങ്ങൾ ശ്വാസിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, ഞങ്ങൾക്കുള്ള സകലത്തെയും യേശുവിന്റെ രക്തത്തിൽ മറയ്ക്കുന്നു. തീമതിലായി ദൈവം കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ സഭയ്ക്ക് വളർച്ചയ്ക്കെതിരെ നിൽക്കുന്ന എല്ലാ അന്യായ വ്യാപാരങ്ങളെയും, എല്ലാ എതിരുകളെയും, എല്ലാ ജഡീക പൈശാചിക ശക്തികളെയും, എല്ലാ തരത്തിലുള്ള സാത്താന്യ ശക്തികളെയും തന്ത്രങ്ങളെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശ്വാസിച്ചിരിക്കുന്നു. കൃപയിൽ പൊതിയണമേ. തിരുനാമം ഉയരണമേ. മഹത്വം ദൈവം എടുക്കണം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സഹായിക്കട്ടെ. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ. ദൈവമക്കളെ, അവരുടെ കുടുംബങ്ങളെ ദൈവം പ്രൊട്ടക്ട് ചെയ്യട്ടെ.